ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് ക്രൂശിൽ കിടന്നുകൊണ്ട് യേശു പറഞ്ഞ അവസാന വാക്കുകളിൽ രണ്ടാമത്തേതായ മൊഴിയാണ്. ലൂക്കോസ് 23:43. ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കും എന്നു ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, ജീവിതത്തിൽ എത്ര വലിയ പാപമാണെങ്കിലും അവസാന നിമിഷത്തിൽ പോലും രക്ഷ ലഭിക്കുമോ? ക്രൂശിൽ യേശുവിൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ഒരു കള്ളൻ, അവൻ ചെയ്ത ഒരു ചെറിയ പ്രാർത്ഥന അവൻ്റെ നിത്യജീവിതം മാറ്റിമറിച്ചു. ഇന്ന് നമുക്ക് ചിന്തിക്കാം ക്രൂശിലെ രണ്ടാമത്തെ മൊഴിയുടെ അത്ഭുത ശക്തി. ക്രൂശുകളിൽ 3 പേർ, മധ്യേ യേശു. 2 വശങ്ങളിലും 2 കള്ളന്മാർ. ഒരാൾ യേശുവിനെ പരിഹസിച്ചു, നീ ദൈവപുത്രനാണെങ്കിൽ നിന്നെയും ഞങ്ങളെയും രക്ഷിക്കൂ. എന്നാൽ മറ്റേ കള്ളൻ, അവൻ വ്യത്യസ്തനായിരുന്നു. അവൻ പറഞ്ഞു, നമുക്ക് യോജിച്ച ശിക്ഷയാണ്, എന്നാൽ ഈ മനുഷ്യൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. യേശുവേ, നീ രാജത്വം പ്രാപിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. അപ്പോൾ യേശു ഈ സത്യസന്ധനായ കള്ളനോട് പറയുന്ന വാക്കാണ്, ഇന്നു നീ എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കും. യേശുവിനോട് അവൻ ചോദിച്ചത് എന്നെ ഓർക്കണമേ എന്നാണ്. എന്നാൽ യേശു അവന് സ്വർഗം നൽകി. സഹോദരങ്ങളെ, രക്ഷയ്ക്ക് സമയം വൈകിയിട്ടില്ല. ആ കള്ളൻ അവസാന നിമിഷത്തിൽ യേശുവിനെ വിശ്വസിച്ചു. പക്ഷേ യേശു അവനെ തള്ളിക്കളഞ്ഞില്ല. ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടതെന്താണ്? നീ എത്ര വൈകുന്നു എന്നതല്ല, എപ്പോഴായാലും ദൈവത്തിൽ വിശ്വസിക്കുക എന്നത് മാത്രം. ദൈവം നിന്നെ സ്വീകരിക്കും. നമുക്ക് രക്ഷ കൃപയാലാണ്. അവസാന നിമിഷം വരെയും ആ കള്ളൻ നല്ല പ്രവൃത്തി ചെയ്തവനല്ല. എന്നാൽ അവസാന നിമിഷത്തിൽ ദൈവത്തെ വിശ്വസിച്ചു. വിശ്വാസം മാത്രം മതി നിന്റെ ജീവിതം മാറാൻ. ആ കള്ളനോട് യേശു പറഞ്ഞത്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കും എന്നാണ്. ഇന്ന് എന്ന വാക്കിൻ്റെ ശക്തി എന്താണ്? നിനക്ക് ഉടൻ രക്ഷയുണ്ട്, സ്വർഗത്തിൽ നിനക്ക് പ്രവേശനമുണ്ട് എന്നുള്ള വലിയൊരു ഉറപ്പാണ് യേശു സത്യസന്ധനായ കള്ളന് നൽകിയത്. യേശു പറഞ്ഞത് എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കും എന്നാണ്. എന്നോടുകൂടെ എന്നുള്ള വാക്കിൻ്റെ ശക്തി എന്താണ്? സ്വർഗം മാത്രമല്ല, എനിക്കൊപ്പം നീ ഇരിക്കും എന്നാണ്. അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. ഇന്നത്തെ ഈ സന്ദേശം പാപത്തിൽ കഴിയുന്നവർക്ക്, ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് കരുതുന്നവർക്ക്, ജീവിതം അവസാനിച്ചു എന്ന് കരുതുന്നവർക്ക് ദൈവം അവരോട് പറയുന്നു, ഇന്നു നീ എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കും. നിനക്ക് ഇപ്പോഴും അവസരമുണ്ട്. നീ സത്യസന്ധനായ കള്ളനെ പോലെ പറയൂ, നീ രാജത്വം പ്രാപിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. ഉറപ്പായും നിനക്ക് ഇതിനൊരു മറുപടിയുണ്ട്. യേശു നിന്നോട് പറയുന്നു, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കും. കേട്ട വചനത്താൽ നിന്നെ ദൈവം അനുഗ്രഹിച്ച് കാത്ത് പരിപാലിക്കുമാറാകട്ടെ. ആമേൻ.